ഇത് നമുക്ക് 5 സ്റ്റാർ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് ഇനി നോക്കാം. ഇത് ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് കഴിക്കാനായിരുന്നാലും നല്ല ടേസ്റ്റ് ആണ്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഒരു എല്ലാ സാധനങ്ങളും എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഞാൻ ഇതിലേക്ക് സോസായിട്ട് സോയാ സോസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ സവോള വേണം, ക്യാപ്സിക്കം വേണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം, കുരുമുളകിൻ്റെ പൊടി വേണം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന ചിക്കൻ ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. ചിക്കൻ്റെ പീസുകൾ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബോൺലെസ് ചിക്കനില്ല, ഫുള്ളായിട്ടുള്ള ചിക്കൻ ഉള്ളൂ എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ആ ചിക്കൻ്റെ പീസുകൾ എന്തോരം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയ്ക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം. പിള്ളേരും ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞു വരാം. പിന്നെ ചിക്കന് കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് രണ്ടും തുല്യ അളവിൽ ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ സോയാ സോസ് ചേർക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ഇത്രയ്ക്ക് സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 5 സ്റ്റാർ ചിക്കൻ ഫ്രൈ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ 5 സ്റ്റാർ ചിക്കൻ ഫ്രൈ ആക്കാണ്. ഈ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തു. പിന്നെ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ 5 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. മുളകിൻ്റെ പൊടി എടുക്കണ്ട, ഇതേപോലെ മുഴുവനായിട്ടുള്ള മുളക് എടുക്കുക. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കുക. ഞാനിവിടെ ഇതേപോലെ ഒരു 2 പിടി ഉണക്കമുളകാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് വേണം ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു സവോളയും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും എടുക്കണതിന് അങ്ങനെ കറക്റ്റായിട്ട് ഒരു അളവില്ല, ഒരു ഏകദേശം അളവിൽ രണ്ടും എടുക്കുക. പിന്നെ വേണ്ടത് സോയാ സോസാണ്. ആ സോയാ സോസ് ഞാൻ ഇതിലേക്ക് ചേർക്കുമ്പോൾ എന്തോരം ചേർക്കണമെന്നുള്ളത് ചേർക്കുമ്പോൾ പറയാം. പിന്നെ ചിക്കന് കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കോൺസ്റ്റാർച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലേക്കും കോൺഫ്ലവർ എന്ന് പറയും. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റാർച്ച് എന്ന് പറഞ്ഞിട്ടായിരിക്കും വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുക. പിന്നെ അരിപ്പൊടിയും വേണം. അത് വറുത്തരിപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല, പച്ചരിപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. കുരുമുളകിൻ്റെ പൊടിയും വേണം. കുരുമുളകിൻ്റെ പൊടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. അരച്ചിട്ട് എടുക്കുമ്പോഴായിരുന്നാലും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഈ ചിക്കനിലേക്ക് ചേർക്കാം. ഇതിലേക്ക് സോയാ സോസ് ചേർക്കാം. സോയാ സോസ് കുറച്ച് കൂടുതൽ ചേർക്കണം. അപ്പം ഞാനിവിടെ മെഷറിങ് സ്പൂണിലാണ് എടുത്തേക്കുന്നത്, 1 ടേബിൾ സ്പൂണ്. അപ്പം നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ടേബിൾ സ്പൂണിൽ എടുക്കുമ്പോൾ ഇത് ഇത്രയ്ക്കും ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ സാധാരണ ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞ് വാങ്ങണതാണത്. പക്ഷേ ഇതും ടേബിൾ സ്പൂണാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു പകുതി മാത്രമേ ഇതിലേക്ക് ഈ സ്പൂണിലേക്ക് ഒഴിച്ചപ്പോൾ ഫില്ലായിട്ടുള്ളൂ. ബാക്കി പകുതി ഈ ടേബിൾ സ്പൂണിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മെഷറിംഗ് സ്പൂണിൽ എടുക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് 1 ടേബിൾ സ്പൂൺ എടുക്കുക. ഇതേപോലെ സ്പൂണിൽ എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഡബിൾ എടുക്കേണ്ടി വരും. ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ സോയാ സോസ് ഒഴിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തന്നത് ഇത് ടേബിൾ സ്പൂൺ തന്നെയായിരുന്നു. ഇതാണ് ടീസ്പൂണ്. പക്ഷേ ആ മെഷറിംഗ് സ്പൂണിൽ എടുക്കുമ്പോഴാണ് അത് കറക്റ്റ് അളവായിട്ട് വരിക. ഈ ടേബിൾ സ്പൂണും ടീസ്പൂണും തമ്മിൽ ഇത്രയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്തെങ്കിലും പൊടിയൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ മസാലപ്പൊടികൾ എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് ഇങ്ങനെ നിറച്ചിട്ട് എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനത്തെ നമ്മൾ സാധാരണ വീട്ടിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ടേബിൾ സ്പൂണിൽ എടുത്താലും കുഴപ്പമില്ല. നിങ്ങൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴായിരുന്നാലും നിങ്ങളൊക്കെ ചേർക്കുമ്പോൾ ഇതേപോലെ കറക്റ്റായിട്ടുള്ള മെഷറിംഗ് സ്പൂണിൽ എടുക്കുമ്പോഴായിരിക്കും അത് കറക്റ്റ് അളവായിട്ട് വരാം. പക്ഷേ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നാലും അത്രയ്ക്ക് കുഴപ്പമുണ്ടാവില്ല. ഇതിലേക്ക് കോൺഫ്ലവറും ചേർക്കണം, അരിപ്പൊടിയും ചേർക്കണം. ഞാനതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. ഈ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് ആ ചിക്കൻ ആ കോട്ടിങ് അങ്ങോട്ട് ശരിക്കും വന്നിട്ടില്ല.
അതിനകത്ത് ഈ സോയാ സോസൊക്കെ ചേർത്തത് സെപ്പറേറ്റ് വെള്ളം പോലെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഈ കോൺഫ്ലവറും അരിപ്പൊടി നിങ്ങൾ ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ ചിക്കനൊക്കെ കഴുകിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് കൂടുതൽ വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പൊടിയൊക്കെ ചേർക്കുന്നതിൽ ചെറിയ വ്യത്യാസം വരും. ചിക്കനൊക്കെ കഴുകി കഴിഞ്ഞിട്ട് വെള്ളം നന്നായിട്ട് കളയണം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർത്തേക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സോയാ സോസിന് അത്യാവശ്യം നല്ല ഉപ്പുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഉപ്പ് ചേർക്കണതിൻ്റെ ഒരു പകുതി മാത്രം ഉപ്പ് ചേർത്താൽ മതിയാവും. ഇതിലേക്ക് ഉപ്പ് ചേർക്കുക. വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഞാനിവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് കുറച്ച് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ല കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിപ്പൊടിയോ കോൺഫ്ലവറോ ചേർക്കണ്ട. ഇതൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ആ സമയം കൊണ്ട് ഈ ഉണക്കമുളക് നിങ്ങൾ മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഉണക്കമുളക് ഞാനിവിടെ വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ വറുത്തെടുക്കുക. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ ചിക്കൻ വറുത്തെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഈ വറുത്തെടുത്തേക്കണ ഓയിലിൽ തന്നെയാണ് ഞാൻ ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓയിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഓയിൽ മാറ്റാം. അപ്പോൾ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് മുളകിൻ്റെ പേസ്റ്റ് ചേർക്കാം. ഈ മുളകിൻ്റെ പേസ്റ്റ് ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിയണം. ഇത് കരിഞ്ഞു പോരുത്. ഈ പതുക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ട് എടുക്കുക. ഇതിലേക്ക് നിങ്ങൾ മുളകിൻ്റെ പൊടിയായിട്ട് ചേർക്കരുത്. ഇതേപോലെ പേസ്റ്റ് ആക്കിയിട്ട് തന്നെ ചേർക്കണം. എന്നാൽ മാത്രമേ ഇത് ഓയിലിൽ കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ട് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിലേക്ക് ചില്ലി പേസ്റ്റൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഇതേപോലെ ഇങ്ങനെ ഫ്രഷായിട്ട് മുളക് അരച്ചിട്ട് എടുക്കുന്ന ടേസ്റ്റാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഈ മുളക് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് സവോള ചേർക്കാം. ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. സവോള ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ക്യാപ്സിക്കം ചേർക്കാം. ഇനി ഇതിലേക്ക് സോയാ സോസ് ചേർക്കാം. അത് ചിക്കൻ ചേർക്കുന്നതിന് മുമ്പ് സോയാ സോസ് കുറച്ച് ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് കരിഞ്ഞു പോരുത്. നിങ്ങൾ എടുക്കണ പാനൊക്കെ നല്ല കട്ടി കുറഞ്ഞ പാനാണെങ്കിൽ അതനുസരിച്ചിട്ട് തീ കൂട്ടിയും കുറച്ച് വയ്ക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, വളരെ കുറച്ച് ഉപ്പ് ചേർക്കാം. കാരണം സോയാ സോസിൽ അത്യാവശ്യം നല്ല ഉപ്പുണ്ടാവും. ഈ ക്യാപ്സിക്കം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അപ്പോൾ ക്യാപ്സിക്കൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കൻ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീ കുറച്ച് വെക്കരുത്. തീ നന്നായിട്ട് കൂട്ടി തന്നെ വയ്ക്കാം.
ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. അങ്ങനെ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ചിക്കനും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം, പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കുക. കാരണം സോയാ സോസൊക്കെ ചേർത്തിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടും. ഈ തീ ഓഫ് ചെയ്യുക. ഇപ്പോൾ 5 സ്റ്റാർ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് നിങ്ങൾ കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കണം, അപ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് പണി കുറച്ചും കൂടി എളുപ്പമാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ നേരത്തെ വറുത്ത് വയ്ക്കുക. അതുകൊണ്ട് ആ കഴിക്കുന്ന സമയത്ത് മാത്രം ഇതിലേക്ക് നമ്മൾ സവോളയും പിന്നെ മുളകിൻ്റെ പേസ്റ്റും ക്യാപ്സിക്കും ഒക്കെ മിക്സ് ചെയ്താൽ മതി. അത് നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടായിരുന്നാലും എന്തെങ്കിലും കഴിക്കുമ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോഴാണ് അതിന് ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് നല്ല ടേസ്റ്റുള്ള സാധനം ഉണ്ടാക്കി വെച്ചിരുന്നാലും ചൂടാറിയിട്ടുണ്ടെങ്കിൽ അത് കഴിക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇതേപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സാധനങ്ങളൊക്കെ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.